എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്കുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് മെയ് 15-ാം തീയതി വരെ നൽകാവുന്നതാണ്. 600 രൂപ ഫൈനോട് കൂടിയുള്ള അപേക്ഷ മെയ് 17-ാം തീയതി വരെയും വിദ്യാർത്ഥികൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പല സ്കൂളുകളിലും നാളെ ഉച്ചവരെയാണ് ഈ ഒരു അപേക്ഷ സ്വീകരിക്കുന്നത്. അതായത് പല റെഗുലർ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളും ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ അപേക്ഷകൾ സമർപ്പിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു അപേക്ഷകൾ പല സ്കൂളുകളിലും നാളെ ഉച്ചവരെ സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഫീസൊക്കെ ട്രഷറിയിൽ അടച്ചുകൊണ്ട് ആ ഒരു ട്രഷറിയിൽ അടച്ചതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം പിന്നീട് നൽകേണ്ടതായിട്ട് വരും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷകൾ നാളെ രാവിലെ തന്നെ ഈ ഒരു നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷയ്ക്ക് അവസാനമായിട്ട് രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു സ്കൂളിൽ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല സ്കൂളുകളിലും റീവാലുവേഷൻ്റെ അപേക്ഷ നാളെ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സേ പരീക്ഷയുടെയും അപേക്ഷകളൊക്കെ നാളെ തന്നെ ആണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നാളെ ഉച്ചവരെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു ഫീസൊക്കെ ട്രഷറിയിൽ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രഷറിയിൽ അടക്കുകയും അതിനുശേഷം ബാക്കിയുള്ള നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ വഴി എൻ്റർ ചെയ്ത് നൽകേണ്ട ജോലിയും ഉള്ളത് കൊണ്ട് തന്നെ പല സ്കൂളുകളിലും ഈ ഒരു അപേക്ഷ നാളെ ഉച്ചവരെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷകൾ നാളെ രാവിലെ തന്നെ സ്കൂളുകളിൽ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സേ പരീക്ഷയെക്കുറിച്ചും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചും ചില സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് റീവാലുവേഷനും സേ പരീക്ഷയ്ക്കും അപേക്ഷിക്കുന്ന സമയത്ത് സേക്ക് ലഭിച്ച മാർക്കാണോ അല്ലെങ്കിൽ റീവാലുവേഷൻ ലഭിച്ച മാർക്കാണോ പരിഗണിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് 2 എന്ന് ഉണ്ടാകുമോ എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമായിരുന്നു. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ്, ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് 2 എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓൾറെഡി ഈ ഒരു +2 ജയിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾ ജയിക്കാനല്ല, മാർക്ക് കുറച്ച് മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ചാൻസ് 2 എന്നുള്ളതിന് പകരം നമ്പർ ഓഫ് ചാൻസ് 1 എന്ന് മാത്രമാണ് ഉണ്ടാവുക. കാരണം ഓൾറെഡി നിങ്ങൾ +2 ജയിച്ചത് കൊണ്ടാണ് ഈ ഒരു നമ്പർ ഓഫ് ചാൻസ് 1 എന്നുള്ളത്. കാരണം നിങ്ങൾ +2 ജയിക്കാനായിട്ട് എത്ര തവണ ഈ ഒരു പരീക്ഷ എഴുതുന്നുവോ അതിനനുസരിച്ച് മാത്രമാണ് ചാൻസ് നമ്പർ കൂടുകയുള്ളൂ. അതായത് ഒരു വിദ്യാർത്ഥി സേ പരീക്ഷ എഴുതുകയാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റിൽ അവർ ആദ്യമായിട്ടാണ് സേ പരീക്ഷ എഴുതുന്നതെങ്കിൽ നമ്പർ ഓഫ് ചാൻസ് 1 പകരം 2 എന്നും, അതുപോലെ തന്നെ പിന്നീട് ഓരോ തവണ ജയിക്കാനായിട്ട് എഴുതുമ്പോഴും നമ്പർ ഓഫ് ചാൻസുകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നത് കൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് 2 എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു റീവാലുവേഷന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ സേയുടെ മാർക്കാണോ റീവാലുവേഷൻ്റെ മാർക്കാണോ പരിഗണിക്കുക എന്നുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വിദ്യാർത്ഥി ഇംഗ്ലീഷ് സബ്ജക്റ്റാണെന്ന് കരുതുക. ഇംഗ്ലീഷിൽ ജയിക്കാനായിട്ട് 24 മാർക്ക് വേണം അറിയാം. അതുപോലെ തന്നെ 2 വർഷം കൂടി 48 മാർക്കും നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു +1-ന് 24 ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ +2-ന് നിങ്ങൾക്ക് ഒരു 20 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക. ആ ഒരു വിദ്യാർത്ഥി റീവാലുവേഷനായിട്ട് അപേക്ഷിച്ചു. അപ്പോൾ റീവാലുവേഷന് അപേക്ഷിച്ച സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് 30 മാർക്കാണ് ലഭിച്ചത് എന്ന് കരുതുക. ആ ഒരു വിദ്യാർത്ഥി ഓൾറെഡി സേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് റീവാലുവേഷന് നാളെ രാവിലെ തന്നെ ഈ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റീവാലുവേഷൻ അപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്ക് 30 കിട്ടി. അപ്പോൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ +2 പാസ്സായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ സേ പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കുന്നത് ആയിരിക്കില്ല, ഈ ഒരു റീവാലുവേഷൻ്റെ മാർക്കാണ് പരിഗണിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു ചില സമയത്ത്, അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സേക്കും രജിസ്ട്രേഷൻ ചെയ്തു, റീവാലുവേഷൻ രജിസ്ട്രേഷൻ ചെയ്തു, അതേസമയം +1-ന് നിങ്ങൾക്ക് ഒരു 20 മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, +2-ന് നിങ്ങൾക്ക് 20 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ റീവാലുവേഷനായിട്ട് അപേക്ഷ സമർപ്പിച്ചു. റീവാലുവേഷന് നിങ്ങൾ അപേക്ഷിച്ച സമയത്ത്, അതായത് റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു 24 മാർക്ക് മാത്രമേ റീവാലുവേഷന് ശേഷം ലഭിച്ചുള്ളൂ. അതായത് +2 മാത്രം ജയിച്ചു. +1 ടോട്ടൽ ഓവറോൾ നോക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥി +2 ടോട്ടൽ ഫെയിൽഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷയുടെ റിസൾട്ട്, അതായത്
സേ പരീക്ഷ ക്യാൻസൽ ആവില്ല. ആ ഒരു സേ പരീക്ഷ കൂടി നിങ്ങൾക്ക് എഴുതിയിട്ട് അതിന് എത്രത്തോളം മാർക്ക് ലഭിക്കുന്നുവോ ആ ഒരു മാർക്കാണ് പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മാക്സിമം സേ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫോം എടുക്കേണ്ടതാണ്. ഈ ഒരു ഫോം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ PDF ഡൗൺലോഡ് ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഡൗൺലോഡ് ചെയ്ത് എടുത്ത ശേഷം ഇതിൽ നിങ്ങളുടെ പാരൻറ്റിൻ്റെ സിഗ്നേച്ചറും അതുപോലെ പാരൻറ്റിൻ്റെ പേരും നൽകാനുള്ള ഭാഗമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേരും നിങ്ങളുടെ സിഗ്നേച്ചറും ഇവിടെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ സിഗ്നേച്ചറും അതുപോലെ പേരും, അതായത് പേരും പാരൻറ്റിൻ്റെ സിഗ്നേച്ചറും ഇടുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ സ്കൂളിൽ ബാക്കിയുള്ള ഡോക്യുമെൻറ്റുകൾ എടുത്ത് പോവുക. ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു ഫോമും അതുപോലെ തന്നെ പിന്നീട് വേണ്ടത് ഈ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ +2 റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു അതായത് ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പി അത് ഉണ്ടെങ്കിൽ എടുക്കുക, കയ്യിലില്ലെങ്കിൽ പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു അതായത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ മെമ്മോയുടെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഫീസ് ആണ് അടുത്തതായിട്ട് എടുക്കേണ്ടത്. ഫീസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണെങ്കിൽ, അതായത് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 175 രൂപയും പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ 150 രൂപയുമാണ് പെർ സബ്ജക്റ്റ് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഒരു വിഷയത്തിന് 500 രൂപയാണ് ഫീസ് വരിക. +2 ജയിച്ച വിദ്യാർത്ഥികൾക്ക്, ആദ്യമായിട്ട് ജയിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്, റെഗുലർ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ സാധിക്കുക. 500 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. അത് സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 40 രൂപ ഫീസായിട്ട് വരുന്നത്. ഇനി ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഈ ഒരു ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾ റീവാലുവേഷന് അപേക്ഷിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൽ ഏതാണോ മെച്ചപ്പെട്ട സ്കോർ, അതായത് ഏതാണോ മികച്ച സ്കോർ, ആ ഒരു മാർക്കായിരിക്കും നിങ്ങളുടേതായിട്ട് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിനായിട്ട് പല വിദ്യാർത്ഥികളും ചോദിച്ച സംശയമാണ് സ്കീം ന്യൂ ആണോ ഓൾഡ് ആണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ അധികം സിമ്പിളായിട്ട് തന്നെ ഇത് അതായത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഗണിതശാസ്ത്രം, അതായത് കണക്ക് പഠിച്ചിട്ടുണ്ടാവും, അത് മാത്സ് പഠിച്ചിട്ടുണ്ടാവും. മാത്സ് നിങ്ങൾ 60 മാർക്കുള്ള പരീക്ഷയാണ് എഴുതിയതെങ്കിൽ ന്യൂ സ്കീമായിരിക്കും. അതുപോലെ 80 മാർക്കുള്ള മാത്സിൻ്റെ പേപ്പറുണ്ട്. അപ്പോൾ നിങ്ങൾ 80 മാർക്കിലുള്ള സബ്ജക്റ്റാണ് എഴുതിയതെങ്കിൽ അത് ഓൾഡ് സ്കീമായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ സ്കൂളിൽ ചോദിച്ചാൽ മതി, കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫോം വളരെയധികം സിമ്പിളാണ് ഫില്ല് ചെയ്യുന്നതിനായിട്ട്. ആദ്യം തന്നെ എക്സാമിൻ്റെ പേരാണ് ചോദിക്കുന്നത്. +2 സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ജൂൺ 2024 എന്ന് എഴുതുക. അതിനുശേഷം സെൻറ്റർ നമ്പർ ആൻഡ് നെയിം ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ ആ ഒരു സ്കൂളിൻ്റെ പേരും നമ്പറും, അതായത് സ്കൂളിൻ്റെ കോഡും നൽകുക. അതിനുശേഷം സ്ട്രീം ഓഫ് സ്റ്റഡി ചോദിക്കുന്നുണ്ട്. ആ ഹയർ സെക്കൻഡറി ആണോ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ആണോ, ആർട്ട് ഹയർ സെക്കൻഡറി ആണോ, അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണോ, ഇക്വലൻസി ആണോ എന്നാണ്. അപ്പോൾ അതിലേതാണ് അത് കറക്റ്റായിട്ട് ടിക്ക് ചെയ്യുക. ഇനി ഗ്രൂപ്പ് ഓഫ് സ്റ്റഡീസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് അല്ലെങ്കിൽ അതേഴ്സ് ആണ് ചോദിക്കുന്നത്. ഇതിൽ ഏതാണോ നിങ്ങൾ ഏത് ഗ്രൂപ്പാണോ അതനുസരിച്ച് ടിക്ക് ചെയ്യുക. അതുപോലെ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സ്കൂൾ ഗോയിങ് ആണോ, സ്കോൾ കേരളയാണോ, കമ്പാർട്ട്മെൻറ്റിലാണോ, അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി ആണോ, സ്പെഷ്യൽ കാറ്റഗറി ആണോ, അതർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്യുക. പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളാണെങ്കിൽ സ്കോൾ കേരളയാണ് ടിക്ക് ചെയ്യേണ്ടത്. കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ടിക്ക് ചെയ്യുക. അതുപോലെ സ്കീം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂ ആണോ ഓൾഡ് ആണോ എന്ന് ചോദിക്കുന്നത്. അതിനനുസരിച്ചാണ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതറിയില്ലെങ്കിൽ സ്കൂളിൽ ചോദിച്ചാൽ മതി, കറക്റ്റായിട്ട് പറഞ്ഞു തരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലും ആ ഒരു ഡീറ്റെയിൽസ് ന്യൂ സ്കീമാണോ ഓൾഡ് സ്കീമാണോ എന്നുള്ളത് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങളുടെ പേരാണ് ചോദിക്കുന്നത്. ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളുടെ പേര് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എഴുതുക. ഇവിടെ ഫോട്ടോ ഒട്ടിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ മെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ ഫീമെയിൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. ഇവിടെ നിങ്ങളുടെ റിലീജിയനും കാസ്റ്റും എഴുതുക. അതുപോലെ തന്നെ അടുത്തത് കമ്മ്യൂണിറ്റി ചോദിക്കുന്നുണ്ട്. SC ആണോ ST ആണോ OBC ആണോ OEC ആണോ അതർ ആണോ എന്നുള്ളതനുസരിച്ച് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തത് നിങ്ങൾ SSLC പരീക്ഷയുടെ ഡീറ്റെയിൽസ് ആണ്. ഏത് വർഷമാണ്, അതായത് ഏത് മാസമാണ്, ഏത് വർഷമാണ്, അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തത് നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ അല്ലെങ്കിൽ സ്കോൾ കേരള KSLMA നമ്പറാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ
അടുത്തത് നിങ്ങൾ അവസാനമായിട്ട് പരീക്ഷ എഴുതിയതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. അവസാനമായിട്ട് നിങ്ങൾ എപ്പോഴാണ് പരീക്ഷ എഴുതിയത്, ഏത് മാസമാണ്, ഏത് ഇയറിലാണ്, അതുപോലെ അതിൻ്റെ രജിസ്റ്റർ നമ്പറും ഇവിടെ രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത്, അതായത് ഈ ഒരു സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. ഈ പാർട്ട് 1 എന്നുള്ള ഭാഗത്ത് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ഇംഗ്ലീഷ് എഴുതുന്നുണ്ടെങ്കിൽ മാത്രം പാർട്ട് 1 എന്നുള്ള ഭാഗത്ത് ഇംഗ്ലീഷ് എന്ന് എഴുതുക. സെക്കൻഡ് ലാംഗ്വേജ് എഴുതുന്നുണ്ടെങ്കിൽ മാത്രം പാർട്ട് 2 എന്നുള്ള ഭാഗത്ത് ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുക. ബാക്കി ലാംഗ്വേജുകൾ എഴുതുന്നുണ്ടെങ്കിൽ അടുത്ത ആ ഒരു പാർട്ട് 3 എന്നുള്ള ഭാഗത്തുള്ള സബ്ജക്റ്റ് 1 സബ്ജക്റ്റ് 2 എന്നുള്ള ഭാഗത്ത് നിങ്ങൾ എത്ര വിഷയം എഴുതുന്നുണ്ടോ അതിനനുസരിച്ച് എഴുതുക. ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിഷയം മാത്രമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. സേ പരീക്ഷയാണെങ്കിൽ 6 വിഷയം വേണമെങ്കിൽ 6 വിഷയം നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാവുന്നതാണ്. ഏതൊക്കെ സബ്ജക്റ്റുകളാണോ നിങ്ങൾ എലിജിബിൾ ആവാത്തത്, ജയിക്കാത്തത്, അത് മിനിമം മാർക്ക് 36 48 നേടാത്തത്, ആ ഒരു സബ്ജക്റ്റൊക്കെ നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മീഡിയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മലയാളത്തിലാണോ അല്ലെങ്കിൽ തമിഴാണോ കന്നഡയാണോ ഏതാണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങൾ മുൻപ് എഴുതിയ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ആണ്. ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ നൽകേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്, പാർട്ട് 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, പാർട്ട് 3 എന്ന് പറഞ്ഞാൽ ബാക്കി ലാംഗ്വേജ് ആണ്. അതിൻ്റെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ മന്ത് ആൻഡ് ഇയർ, അതുപോലെ ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ പാസ്സാണോ ഇല്ലയോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രേഡ്, അതായത് അല്ലെങ്കിൽ സ്കോർ ഒബ്റ്റൈൻഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ +2 നിങ്ങൾക്ക് ലഭിച്ച സ്കോർ അവിടെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക, അതായത് TE മാർക്കാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ അടുത്തത് ഫീസ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ എല്ലാവരും പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ട്രഷറി വഴി ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത് പൂരിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ അത് സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്ത് കൊടുത്തോളും, അത് സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് നിങ്ങൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങൾ അതായത് SC/ST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങൾ ഫീ കൺസെഷനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഗ്രാൻറ്റുകളോ വാങ്ങുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു SC/ST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ SC/ST OBC OEC വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ രണ്ടാം തവണയാണോ ഈ ഒരു പരീക്ഷ എഴുതുന്നതെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ സെക്കൻഡ് ടൈം ആണെങ്കിൽ സെക്കൻഡ് എന്ന് എഴുതുക, അതായത് സെക്കൻഡ് ടൈം ആയതുകൊണ്ട് സെക്കൻഡ് എന്ന് എഴുതുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു സെക്കൻഡാണ് എഴുതിയതെങ്കിൽ നിങ്ങൾ ഈ ഒരു കണ്ടിന്യൂസ്, അതായത് +2 കണ്ടിന്യൂസ് ആയിട്ടുള്ളതിൻ്റെ കണ്ടിന്യൂസ് പീരീഡിൽ എഴുതുന്ന എക്സാം ആണോ എന്നാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും എഴുതുക. അവിടെ നിങ്ങൾ എഴുതേണ്ടത് കണ്ടിന്യൂസ് പീരീഡ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് സേ എഴുതുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നതെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഇതിൽ നൽകാനുള്ളത്. അടുത്തതായിട്ട് നിങ്ങളുടെ പാരൻറ്റിൻ്റെയും സിഗ്നേച്ചറും അതുപോലെ പേരുമാണ് രേഖപ്പെടുത്തേണ്ടത്. ബാക്കി ഡീറ്റെയിൽസുകൾ സ്കൂളിൽ നിന്നും ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പരമാവധി നാളെ തന്നെ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ റീവാലുവേഷനും അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റിനും അതുപോലെ റീവാലുവേഷനും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. റീവാലുവേഷന് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്നിവ ഒഴികെയുള്ള ഏതൊരു വിഷയവും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലുവേഷനായിട്ടോ സ്ക്രൂട്ടനിക്കായിട്ടോ ഫോട്ടോ കോപ്പിക്കോ അപേക്ഷിക്കാം. ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ ഫോട്ടോ കോപ്പിക്ക് ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.